അങ്ങനെ ഒരു പോളിഷ് ചെയ്തിട്ട് പോകുന്നൊരു സാഹചര്യം ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അപ്പം അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ ഉണ്ടാവും, ചിലപ്പോൾ ശബ്ദത്തിൻ്റെ കാര്യത്തിലായിരിക്കും. അപ്പം അതെല്ലാം സഹകരിച്ച് കൈയടിച്ച് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് അപേക്ഷിക്കുന്നു. അപ്പം ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്യുവാണ്. അനീഷ്. ഹലോ 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 ഹലോ. 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 തുടങ്ങിയ നാടക ഗ്രൂപ്പുകളിൽ അഭിനയം കുറിച്ച് മലയാള സിനിമയിൽ വില്ലനായും കാമുകനായും അച്ഛനായും നിരവധി വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ അനശ്വര കലാകാരൻ KP ഉമർ. വേണ്ട, ഞാൻ ഇന്നെന്റെ പപ്പയുടെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കാൻ പോവുകയാണ്. ഒന്നുകൂടി. കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ അനശ്വര കലാകാരൻ KP ഉമർ. വേണ്ട, ഞാൻ ഇന്ന് എന്റെ പപ്പയുടെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കാൻ പോവുകയാണ്. പെരുന്നാൾ ദിവസങ്ങളിൽ മാത്രമാണ് പപ്പ എനിക്കും മമ്മിക്കും കുടിക്കാൻ തരാറുള്ളത്. പപ്പയും കൂട്ടുകാരും ഒന്നിച്ച് മദ്യക്കുപ്പികൾ ഓരോന്ന് തീർക്കുമ്പോൾ ഞാൻ അകത്തിരുന്ന് നാക്കുന്നുണയാറുണ്ട്. മലർവാടി ആശ്രമം എന്ന ആദ്യ സിനിമയിലൂടെ അരങ്ങേറി തട്ടത്തിൻ മറയത്തിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന യുവനടൻ നിവിൻ പോളി. നമ്മളുടെ പ്രിയപ്പെട്ട ഡയറക്ടർ ശിവസാർ നിർമ്മാണം ചെയ്ത ആക്ഷൻ ഹീറോ ബിജുവിലെ ഒരു രംഗം. പാവപ്പെട്ട ഒരു കുട്ടീനെ പട്ടീനെ വിട്ട് കടിപ്പിച്ചതിന് നിന്റെ അടുത്ത് സ്റ്റേഷൻ വരാൻ പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞ? ഐ ആം ഇൻ എ മീറ്റിംഗ്, ഐ ആം ഇൻ ബാംഗ്ലൂർ എന്നല്ലേ? ബാംഗ്ലൂരിനേക്കാൾ നല്ലൊരു സ്ഥലത്തേക്ക് നിന്നെ ഞാൻ സുഖവാസത്തിന് അയക്കുന്നുണ്ട്. അതിന് കുറച്ചുകൂടി ചടങ്ങുകൾ ബാക്കിയുണ്ട്. കുപ്പിയിൽ നിന്നിറങ്ങി ഭൂതം പോലെ കൊറോണമാർ വിളിക്കും ഇവന് വേണ്ടിയിട്ട്. ആ ഫോണെന്ന് മാറ്റിച്ചിട്ട് ഹാസ്യനടനും സ്വഭാവ നടനുമായി 700ഓളം മലയാള സിനിമകളിൽ അഭിനയിച്ച് തന്റേതായ ഇരിപ്പിടം ഉറപ്പിച്ച നടനാണ് ചന്ദ്രശേഖര മേനോൻ അഥവാ മലയാളികളുടെ പ്രിയപ്പെട്ട ശങ്കരാടി. ദിവസേന 25 ലിറ്റർ പാല് ഇറക്കണ അല്ല 1-2 ആസ്ട്രേലിയൻ പശുക്കളെ ഞാൻ നിങ്ങൾക്ക് തരാം. ദിവസം എന്ത് ലാഭം വരും? മുഴുവൻ ലാഭം തന്നെയാണ്. തിരി തേങ്ങപ്പണ്ണക്ക്, തിരി പുള്ളുംപൊടി, തിരി തവിട് അങ്ങോട്ട് കൊടുത്താൽ പിന്നെ പാല് ചറ പൊറാന്നും പറഞ്ഞു ഒഴുകായി. കേരളത്തിന്റെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞൻ നീണ്ട 53 വർഷക്കാലം പുതുപ്പള്ളിയെ പ്രതിനിധാനം ചെയ്ത നിയമസഭാംഗം, 2 തവണ മുഖ്യമന്ത്രി സ്ഥാനത്തും സേവനമനുഷ്ഠിച്ച പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ. സംസ്ഥാന ഗവൺമെന്റിന്റെ നടപടികളെ ശക്തമായി എതിർക്കുന്ന കൂട്ടത്തിൽ ഈ ഗവൺമെന്റിന്റെ പ്രതികാര രാഷ്ട്രീയം തുറന്നു പറയാൻ കോൺഗ്രസിനും UDFനും അവസരം കിട്ടുന്ന പടയൊരുക്കമാണ്. കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ സഖാവ് VS അച്യുതാനന്ദൻ. ആ മാനിഫെസ്റ്റോയിൽ പറയുന്നത് അഴിമതിരഹിതമായ ഒരു ഭരണമായിരിക്കും ഞങ്ങൾ കാഴ്ചവെക്കുന്നത് എന്നാണ്. എനിക്കുണ്ടായ ചിരിക്ക് അവസാനമുണ്ടായില്ല. താരപുത്രൻ എന്ന ആലങ്കാരികതയുടെ ഭാരം തലയിലെടുത്തു വെക്കാതെ തന്റെ ആദ്യ സിനിമയായ സെക്കൻഡ് ഷോയിലൂടെ മലയാള സിനിമ നായക നിരയിൽ തന്റേതായ സ്ഥാനമുറപ്പിക്കുകയും ഇന്ന് മലയാളത്തിന് പുറമെ കന്നഡ, തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമകളിലും സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്യുന്ന നായകൻ, കൂടാതെ നിർമ്മാതാവ്, വിതരണക്കാരൻ എന്നീ നിലകളിലും ശ്രദ്ധേയനായ ദുൽഖർ സൽമാൻ. നിന്റെ കൊച്ചിന് എത്ര വയസ്സുണ്ടോ? ഇവർക്ക് 12 വയസ്സേ ഉള്ളൂ. സെവൻ ഞാനവിടെ കൊണ്ടുപോകാം.
എന്നെ അന്വേഷിച്ചു വന്നാ പിന്നെ ഒരാൾക്ക് നിന്നെ അന്വേഷിച്ചാൽ കിട്ടിയില്ല. ഇത് നമ്മൾ തമ്മിലുള്ള ഈ മീറ്റിംഗ് മറക്കാതിരിക്കാം. മുതിർന്ന മാധ്യമ പ്രവർത്തകരും ഏഷ്യാനെറ്റിന്റെ പ്രോഗ്രാം ചീഫും അവതാരകനും കൂടാതെ കണ്ണാടി എന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രോഗ്രാമിലൂടെ മലയാളികൾക്ക് ഏറെ സുപരിചിതനായ നമ്മെ വിട്ടുപിരിഞ്ഞ TN ഗോപകുമാർ. നാൽപ്പത് വർഷം നീണ്ട തപസ്യയ്ക്ക് ശേഷം ഒരു കലാകാരൻ എന്ന വലിയ വിഷമത്തിലാണ് വെള്ളനാട് നാരായണൻ. ഗാനങ്ങൾ എഴുതി, തിരക്കഥ എഴുതി, നാടകങ്ങൾ എഴുതി, സീരിയൽ രംഗത്തുമെത്തി. കാര്യമായൊന്നും നേടിയില്ല. ഇന്ന് 60 രോഗിയാണ്. കണ്ണാടിയുടെ മറ്റൊരു ലേഖത്തിലേക്ക് സ്വാഗതം. അംബാനെ എന്ന ഒറ്റ വിളിപ്പേരിൽ തന്നെ പ്രേക്ഷക ഹൃദയങ്ങളിൽ തന്റേതായ സ്ഥാനമുറപ്പിച്ച കലാകാരൻ. രോമാഞ്ചം, പൊന്മാൻ തുടങ്ങിയ അനവധി ചിത്രങ്ങളിൽ വ്യത്യസ്തമായ വേഷങ്ങൾ പ്രേക്ഷകൻ സമ്മാനിച്ച സജിൻ ഗോപു. അമ്മ ഞാൻ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾ കേൾക്കാറുണ്ടോ? എനിക്കൊരു പട്ടിയുടെ വില പോരെങ്കിലും നിങ്ങൾ തരാറുണ്ടോ? ഇല്ലല്ല. എന്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചിട്ട് നിങ്ങൾ ചെയ്യാറുണ്ടോ? ഗ്യാസാ താഴത്തേക്ക് പോകും. ഞാൻ ഡീൽ ചെയ്യാം. എടാ വന്നിട്ട് ഡീൽ ചെയ്യാം. അച്ഛനോട് പറയണ്ട കേട്ടോ. 1960കളിൽ മലയാള സിനിമയിൽ രംഗപ്രവേശം ചെയ്തു. ഇന്നും ക്യാരക്ടർ വേഷങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന മലയാളത്തിന്റെ സ്വന്തം പരീക്കുട്ടി മധുസാർ. ടോപ്പിലേക്കൊക്കെ വന്നിട്ട് നാള് കുറേയായി. ഈടായി നാളികേരം വല്ലാണ്ട് കളവ് പോകുന്നുണ്ട്. ഏയ് അവൻ കക്കു. തന്റെ മരണം പോലും കോളിളക്കം ഉണ്ടാക്കിയ നടൻ. നാവികസേന ഓഫീസർ ജോലിയിൽ നിന്നും മലയാള സിനിമയിൽ അഭിനയ രംഗത്തെത്തി പൗരുഷത്തിന്റെ പ്രതീകമായി അറിയപ്പെട്ട നടൻ കൃഷ്ണൻ നായർ അഥവാ സാക്ഷാൽ ജയൻ. സാധാരണക്കാരുടെ ഭാഷയിൽ അതിന് കള്ളക്കടത്തെന്നും പറയും. പക്ഷേ പറയുന്ന ലാഘവത്തോടെ ചെയ്തു തീർക്കാവുന്ന തൊഴിലല്ല. ക്ഷമിക്കണം സാർ. എന്നെ കൊല്ലാൻ ധൈര്യമുള്ളവർക്ക് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാം. പിന്നിൽ വന്ന് ശ്രമിക്കുന്നത് അണുത്തുമല്ല. താങ്ക് യു.